ജീവൻ തുടിക്കുന്ന ദൃശ്യങ്ങൾ ക്യാൻവാസിൽ പകർത്തി ചിത്രരചനയിൽ വിസ്മയം തീർക്കുകയാണ് ചെമ്മനാട് കടവത്തെ 8 വയസ്സുകാരിയായ ഐഷിൻ ഫാത്തിമ കുരിക്കൾ. അതിമനോഹരങ്ങളായ 48ഓളം ചിത്രങ്ങളാണ് ഈ കൊച്ചുമിടുക്കി ഇതിനകം വരച്ചത്. ചിത്രപ്രദർശനങ്ങൾ ഉൾപ്പെടെ നടത്തി മികവ് തെളിയിച്ച ഐഷിൻ ചിത്രകലാരംഗത്ത് കാസർഗോഡിന്റെ അഭിമാനമായി മാറുകയാണ്. ഉപ്പ ഷുക്കൂർ കുരിക്കളുടെ ചിത്രം വരച്ചായിരുന്നു കുഞ്ഞ് ഐഷിൻ്റെ ചിത്രകലാരംഗത്തേക്കുള്ള പ്രവേശനം. ചിത്രം കൊള്ളാമെന്ന് തോന്നിയപ്പോൾ ഐഷിനെ ഉപ്പ നേരെ ചിത്രകലാ ക്ലാസ്സിലേക്ക് അയക്കുകയായിരുന്നു. അധ്യാപകനായ വിനോദ് കുമാർ അമ്പലത്തറ ഈ കൊച്ചുമിടുക്കിയുടെ കഴിവിനെ രാഗിയെടുത്തതോടെ ഐഷിൻ്റെ ക്യാൻവാസുകളിൽ വിരിഞ്ഞത് ജീവൻ തുടിക്കുന്ന നിറങ്ങളുടെ വിസ്മയ ലോകം തന്നെയായിരുന്നു. തെയ്യം, പൂക്കൾ, പച്ചപ്പ്, മറ്റ് മനോഹര ദൃശ്യങ്ങൾ തുടങ്ങി എല്ലാ കാഴ്ചകളും നിറമുള്ള ചിത്രങ്ങളായി ഐഷിൻ്റെ വർണ്ണ ലോകങ്ങളിൽ നിറഞ്ഞു. ജലച്ചായം ഉപയോഗിച്ച് വരയ്ക്കുന്ന ഓരോ ചിത്രങ്ങളും അതിമനോഹരവും ഒപ്പം വിസ്മയം നിറഞ്ഞതുമാണ്. ഇത്തരത്തിൽ 48ഓളം വ്യത്യസ്ത ചിത്രങ്ങളാണ് ഐഷിൻ ഇതിനകം വരച്ചത്. കാഞ്ഞങ്ങാട് ആർട്ട് ഗ്യാലറിയിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചിത്ര പ്രദർശനത്തിൽ ഐഷിൻ്റെ ചിത്രങ്ങൾക്ക് അഭിനന്ദന പ്രവാഹം തന്നെയുണ്ടായി. ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളത്ത് സംഘടിപ്പിച്ച ക്ലിന്റ് സ്മാരക സംസ്ഥാനതല ബാലചിത്ര രചനാ മത്സരത്തിലും ഈ കൊച്ചു ചിത്രകാരി പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ തൻ്റെ വിദ്യാലയമായ GUPS ചെമ്മനാട് വെസ്റ്റിലും ഐഷിൻ ചിത്ര പ്രദർശനം നടത്തിയിട്ടുണ്ട്. എൻ്റെ പേര് ഐഷിൻ ഫാത്തിമ കുരിക്കൾ. GUPS ചെമ്മനാട് വെസ്റ്റിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ജലച്ചായം ഉപയോഗിച്ചിട്ടാണ് ചിത്രം വരക്കാറ്. പിന്നെ ഞാൻ വരച്ച ചിത്രങ്ങളൊക്കെ ഫ്രെയിം ആക്കിയിട്ടുണ്ട്. 48ഓളം ചിത്രങ്ങളാണ് ഞാൻ വരച്ചിട്ടുള്ളത്. പിന്നെ കഥകളി, തെയ്യം, പക്ഷികൾ, മൃഗങ്ങൾ, വീടുകൾ, സീനറി, ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഉപ്പ ഷുക്കൂർ കുരിക്കൾ, ഉമ്മ സമീറ ബാനു, ഉപ്പമ്മ ജമീല, പിന്നെ ബ്രദേഴ്സ് ഐന്, അലീന്, പിന്നെ എൻ്റെ മൂത്ത ഷെരീഫ് കുരിക്കൾ, പിന്നെ സ്കൂളിലെ ടീച്ചർമാർ, മാഷന്മാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഡ്രോയിങ് മാഷായ വിനോദ് കുമാർ അമ്പലത്തറ മാഷ്. ഞാൻ സ്കൂളിൽ ചിത്രരചന മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ എറണാകുളത്ത് നടന്ന ക്ലിന്റ് സ്മാരക ചിത്രരചനയ്ക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ എൻ്റെ ചിത്രം വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ സ്കൂളിലും ചിത്ര പ്രദർശനം നടത്തിയിട്ടുണ്ട്. എനിക്ക് ഭാവിയിൽ അറിയപ്പെടുന്ന വലിയൊരു ചിത്രകാരി ആവാനാണ് ആഗ്രഹം. ചിത്രം വരയ്ക്കുവാനുള്ള ഐഷിൻ്റെ സർഗാത്മകത കണ്ടെത്തിയത് മുതൽ ഇന്ന് വരെ ഏറ്റവും മികച്ച പിന്തുണയാണ് പിതാവ് ഷുക്കൂർ കുരിക്കളും മാതാവ് സമീറയും നൽകുന്നത്. ഐഷിൻ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം പിതാവ് അപ്പോൾ തന്നെ ഫ്രെയിം ചെയ്ത് മകളുടെ കഴിവിന് പ്രോത്സാഹനം നൽകുന്നു. ചിത്രകലയിൽ കുട്ടികൾക്ക് താല്പര്യമുണ്ടെന്നറിഞ്ഞാൽ ശാസ്ത്രീയമായ പരിശീലനം നൽകണമെന്നും എന്നാൽ മാത്രമേ മത്സരങ്ങളിൽ ഉൾപ്പെടെ അവർക്ക് മികവ് തെളിയിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും ഷുക്കൂർ കുരിക്കൾ പറഞ്ഞു. ഐഷിനെ ഒരു ദിവസം ഉപ്പാനെ വരക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം വരച്ചിട്ടാകുമ്പോൾ എൻ്റെ നെറ്റി ഭാഗങ്ങളെല്ലാം ഏകദേശം അങ്ങനെ ഉണ്ട്. അങ്ങനെ ഇവൾക്കൊരു കഴിവുണ്ടെന്ന് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്, ഒരു ചിത്രകാരനുണ്ട് സച്ചിന്ദ്രൻ കാറെടുക്ക, മൂപ്പരെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞ്. അപ്പോൾ അയാൾ പറഞ്ഞ് വിനോദ് അമ്പലത്തറ എന്ന് പറഞ്ഞിട്ട് ഒരു മാഷുണ്ട് ഉദുമയിൽ, അവരുടെ അടുത്ത് പോയിട്ട് ക്ലാസ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചേർത്ത്. അയാൾക്ക് ഭയങ്കര ഇവളയിലൊരു സംഭവമുണ്ട്, അയാൾ തന്നെ പറഞ്ഞ് നല്ല കഴിവുണ്ട് എന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത്
സ്കൂളിൽ നിന്നുണ്ട് സപ്പോർട്ട്, വീടിൽ നിന്നുണ്ട് സപ്പോർട്ട്. പിന്നെ അങ്ങോട്ട് പോയി, അങ്ങനെ മത്സരത്തിനെല്ലാം പോയി, സമ്മാനം കിട്ടി, അങ്ങനെ മുമ്പിലോട്ട് പോയി. കുറച്ച് ചിത്ര പ്രദർശനത്തിന്, ചിത്ര മത്സരത്തിന് പോയി. സമ്മാനം കിട്ടിയത് മത്സരമുണ്ട്, കിട്ടാത്ത മത്സരമുണ്ട്. അതൊന്നും പിന്നെ അവൾക്ക് കിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓരോ ചിത്രം വരക്കുമ്പോൾ ഞങ്ങൾ അതിന് ഫ്രെയിം ഇട്ടിട്ട് അതിന് അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് വരുന്ന രീതിയിൽ ഫ്രെയിം ഇട്ട് വീട്ടിൽ വെക്കും. വീട്ടിൽ ആൾക്കാർ വരുമ്പോൾ കാണും, അവൾക്ക് സന്തോഷമാവും. അതുപോലെ ടീച്ചേഴ്സിനെ കാണിക്കും. പിന്നെ എല്ലാം കുടുംബക്കാരൊക്കെ നല്ല പിന്തുണയാണ്, പൂർണ്ണ പിന്തുണയോടെ. അത് ഈ മത്സരത്തിന് പോകുമ്പോൾ ചില കുട്ടികൾ നല്ല വരക്കുന്ന കുട്ടികൾ കാണും, പക്ഷേ പിന്നെ ഈ ക്ലാസ്സിന് പോകുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവരോട് പറയും ക്ലാസ്സിനേക്കണം, പിന്നെ ഇന്ന സ്ഥലത്തൊക്കെ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഉദുമയിൽ ഇവൾ പോകുന്നുണ്ട്, നിങ്ങൾക്ക് അടുത്ത് കാസർഗോഡ് തന്നെ ഉണ്ട്, ഇങ്ങനെ പറയും. ഉദുമയിൽ പോകുന്നെങ്കിൽ ഉദുമയിൽ പോവാം, അത് ക്ലാസ്സിന് പോയെങ്കിലേ അത് പൂർണ്ണമാവും എന്ന് പറയും അവരോടെല്ലാം. പുഴയുടെ മനോഹരമായ ദൃശ്യങ്ങൾ ഭംഗിയേകുന്ന ചെമ്മനാട് കടവത്തിൻ്റെ കാഴ്ചകളുടെ സ്വാധീനവും വീട്ടുകാരുടെയും അധ്യാപകരുടെയുമെല്ലാം പിന്തുണയുമാണ് ഐഷിനെ ഇന്ന് കാസർഗോഡ് അറിയുന്ന ചിത്രകാരിയാക്കി മാറ്റിയത്. ചിത്രകലാരംഗത്ത് കാസർഗോഡ് നിരവധി പ്രതിഭകളുണ്ടെങ്കിലും വെറും 4ാം ക്ലാസ്സുകാരിയായ ഐഷിൻ ക്യാൻവാസിൽ തീർക്കുന്ന അത്ഭുതം ശ്രദ്ധേയമാണ്. കാസർഗോഡിൻ്റെ ചിത്രകലാരംഗത്തെ ഭാവി വാഗ്ദാനമാണ് ഈ കൊച്ചുമിടുക്കിയെന്ന് നിസ്സംശയം പറയാം. ക്യാൻവാസിൽ അത്ഭുതം തീർക്കുകയാണ് ഐഷിൻ ഫാത്തിമ കുരിക്കൾ എന്ന ഈ കൊച്ചുമിടുക്കി. ഐഷിൻ്റെ കരവിരുതിൽ വിരിയുന്ന ഓരോ ചിത്രങ്ങളും അതിമനോഹരവും ഒപ്പം വിസ്മയം നിറഞ്ഞതുമാണ്. ഈ കുഞ്ഞു ഭാവനയിൽ നിന്നും വിരിയുന്ന വർണ്ണങ്ങൾ കാസർഗോഡിൻ്റെ ചിത്രകലാ പ്രതീക്ഷകൾക്ക് പുതിയ നിറമാണ് നൽകുന്നത്. ക്യാമറമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.